Hi all, welcome back. CBI Inspector, Central Bureau of Investigation. ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ന്യൂസിലും ഒക്കെ ആയിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന വേർഡ്സ് ആണല്ലേ. കുറേ ആസ്പിറൻസ് ആഗ്രഹിക്കുന്നുണ്ട് CBI ഇൻസ്പെക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും റെപ്യൂട്ടേഷനുള്ള ഒരു യൂണിഫോം പോസ്റ്റ് വേണം എന്നൊക്കെ. എന്നാൽ അവർക്ക് കുറേ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. എന്തൊക്കെയാണ് എക്സാക്ട്ലി ഈ CBI ഇൻസ്പെക്ടറുടെ ജോബ് പ്രൊഫൈലിൽ വരുന്നത്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ആൾ ചെയ്യേണ്ടി വരിക, ഇതൊക്കെ കുറേ കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് അല്ലെങ്കിൽ ആൻ ഓവർവ്യൂ ഓഫ് CBI ഇൻസ്പെക്ടർ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. CBI ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് CBI ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷൻസ് എന്ന് പറയുന്ന ഈ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടൈപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ തന്നെയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത്. ആൻഡ് എങ്ങനെ ഒരു CBI ഇൻസ്പെക്ടർ ആകാം? കുഞ്ഞിലേ തൊട്ട് ഓരോ മൂവീസും അല്ലെങ്കിൽ ന്യൂസിൽ ഈ എപ്പോഴും CBI ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി നോക്കി കാണുന്ന, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസൊക്കെ സ്ഥിരം കണ്ടുകൊണ്ട് അതിൽ മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന കുട്ടികൾക്ക് ജസ്റ്റ് CBI ഇൻസ്പെക്ടർ ആകണം എന്നൊരാഗ്രഹം ഉണ്ടാവും. പക്ഷേ അതെങ്ങനെ ആകാം എന്നവർക്കറിയില്ല. എൻ്റെ വീഡിയോ ഇപ്പം ചിലപ്പോൾ 10th പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടായിരിക്കും. സോ നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക എങ്ങനെ CBI ഇൻസ്പെക്ടർ ആകാം എന്നുള്ളത്. അതായത് നമ്മൾ ഡിഗ്രിയൊക്കെ വേണം CBI ഇൻസ്പെക്ടർ ആകണമെന്നുണ്ടെങ്കിൽ, എനി ഡിഗ്രിയാണ്. സോ നിങ്ങൾ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് SSC എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയുടെ പേരാണ് CGL അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് ദാറ്റ് ടു ഗെറ്റ് ഇൻ ടു ദിസ് പോസ്റ്റ് ഓഫ് CBI ഇൻസ്പെക്ടർ ഗ്രാജുവേഷൻ വളരെ അത്യാവശ്യമാണെന്നുള്ളത് ഈ CGL എക്സാം എന്ന പേരിൽ തന്നെയുണ്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. സോ ഗ്രാജുവേഷൻ വളരെ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പരീക്ഷ നടത്തുന്നത് ആരാണ്? ഇറ്റ്സ് SSC ആണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് മേജറായിട്ട് കുറേ എക്സാംസ് നമുക്കുണ്ട്. ആ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയുടെ പേരാണ് SSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് പോസ്റ്റ് നെയിം നമുക്കറിയാം, ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. ഇത് ഹൈ റെപ്യൂട്ടേഷൻ കിട്ടുന്ന ഒരു യൂണിഫോം പോസ്റ്റ് ആണ് CBI ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്, ഗ്രൂപ്പ് D ഗസറ്റഡ് പോസ്റ്റ് ആണ് CBI ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ പോസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആയിരിക്കും. ഇന്ത്യയിൽ എനിവെയർ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാം CBI ഇൻസ്പെക്ടർ ആയാൽ. ഓക്കെ, ആൻഡ് ഇവരുടെ പ്രധാനപ്പെട്ട ജോബ് പ്രൊഫൈല് ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്തൊക്കെയാണ് CBI ഇൻസ്പെക്ടറുടെ എക്സാക്ട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള കാര്യം. ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടീസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരു CBI ഇൻസ്പെക്ടറുടെ കോർ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടീസിന് തന്നെ പല സബ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ കറപ്ഷൻ കേസസ് ആണ്. ഈ കറപ്ഷൻ കേസസ് മെയിൻലി വരുന്നത് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് കണ്ടക്ട് ചെയ്യുന്ന ബ്രൈബറി, അതുപോലെ അബ്യൂസ് ഓഫ് കറന്റ് പൊസിഷൻ ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്സ്, ഇതെല്ലാം ആണ് ആസ് പെർ ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ അണ്ടറിൽ ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാമാണ് CBI ഇൻസ്പെക്ടർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രൈമറി ലെവൽ അല്ലെങ്കിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ എവിഡൻസ് കളക്ഷൻ, ഇതൊക്കെയായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കറപ്ഷൻ കേസസിൽ വരിക. ആൻഡ് ദ സെക്കൻഡ് കേസസ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഒഫൻസസ് ആണ്. ഇക്കണോമിക് ഒഫൻസസിൽ വരുന്നത് ലാർജ് സ്കെയിലിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈംസ് ആണ് ഇക്കണോമിക് ഒഫൻസസിൽ വരിക. ഇതിനകത്ത് കോർപ്പറേറ്റ്സിൽ നടക്കുന്ന ഫ്രോഡുകളും അതുപോലെ മണി ലോണ്ടറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ എവിഡൻസ് കളക്ഷൻ CBI ഇൻസ്പെക്ടറുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല, പക്ഷേ കൂടുതലും കോർപ്പറേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അസറ്റ്സിനെയും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന വലിയ വലിയ ഫയൽസും അതുപോലുള്ള ഡോക്യുമെൻസും എവിഡൻസസും ഒക്കെ
കളക്ട് ചെയ്യുക. ഇത് കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബേസിൽ അനലൈസ് ചെയ്യുക, ഒരു കൺക്ലൂഷനിലെത്തുക. ഇതൊക്കെ CBI ഇൻസ്പെക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസിൽ ഒന്നാണ് ഇക്കണോമിക് ഒഫൻസസ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, ബാങ്ക് ഫ്രോഡ്സ് ആണ്. ബാങ്ക് ഫ്രോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാങ്കിൽ ഒരുപാട് കേസസും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അതായത് ഇൻ ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് ദ ബോറോവർ തമ്മിലുണ്ടാകുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ ലോണിൻ്റെ കേസസിൽ എന്തെങ്കിലും ഫ്രോഡ് ഇഷ്യൂസ് നടക്കുന്നുണ്ട്, മണി ലോണ്ടറിങ് ഇഷ്യൂസ് ബാങ്കിൽ വരുവാണെങ്കിൽ ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ എവിഡൻസസ്. ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി അഗെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് CBI ഇൻസ്പെക്ടറിൻ്റെ നെക്സ്റ്റ് മേജർ ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റീസ് ആണ്. സോ അടുത്തത് ഹൈ പ്രൊഫൈൽ ക്രിമിനൽ കേസസ് ആണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് CBI ഇൻസ്പെക്ടറിൻ്റെ വരുന്നത്. ഇതിൽ കൂടുതലും സ്റ്റേറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള, വിച്ച് മീൻസ് ഹാവിങ് ഗുഡ് നാഷണൽ ഇമ്പോർട്ടൻസ്, സെൻട്രൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്രിമിനൽ കേസസ് ആയിരിക്കും. കുറച്ച് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രിമിനൽ കേസസ് ആയിരിക്കും നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാകുക CBI ഇൻസ്പെക്ടറിലേക്ക്. അതിന് അതുപോലെ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കേസസ് ആയിരിക്കും CBI ഇൻസ്പെക്ടർ ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ദ കേസസ് റെഫേർഡ് ബൈ കോർട്സ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. CBI ഡയറക്ട്ലി കേസസ് എടുക്കാറില്ല. മെയിൻലി കേസസ് വരുന്നത് ത്രൂ ദ സെൻട്രൽ ലെവൽ, ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ടിൽ നിന്ന് റെഫർ ചെയ്യുന്ന കേസസ് ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാകുക. സോ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരുപാട് അനലിറ്റിക്കൽ സ്കിൽസിൻ്റെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ക്രോസ് ചെക്ക് ചെയ്തിട്ടും ക്രോസ് എക്സാമിൻ ചെയ്തിട്ടും ഒക്കെയാണ് ഒരു ഫൈനൽ കൺക്ലൂഷൻസിലേക്കും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസിലേക്കും ഒക്കെ പോകുന്നത്. ഇതിൽ നിന്ന് തന്നെ, അതായത് ഫ്രം ദ ഫസ്റ്റ് സെഷൻ ഇറ്റ്സെൽഫ് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടീസ്, അതായത് കോർ റെസ്പോൺസിബിലിറ്റി ആണ് ഇതൊക്കെ ഒരു CBI ഇൻസ്പെക്ടറിൻ്റെ. ഇതിൽ നിന്ന് തന്നെ ഈ ജോലിയുടെ ഒരു സ്വഭാവം മനസ്സിലാവും. ഇൻവെസ്റ്റിഗേഷൻ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം ലൈക്ക് അനലിറ്റിക്കൽ ആയിരിക്കണം, എത്രത്തോളം ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, എത്രത്തോളം ക്യാപ്പബിൾ ആയിരിക്കണം എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള സ്കിൽസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് നിങ്ങൾക്ക് ചില ആളുകൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ജോലി വേണം എന്നുള്ളൊരു ഡ്രീമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. സോ അവർക്ക് പറ്റിയൊരു പോസ്റ്റ് തന്നെയാണ്. കാരണം ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി ചലഞ്ചിങ് ആണ്. വരുന്ന ഓരോ കേസസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ജോബ് തന്നെ, ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ ഒരേ കാര്യങ്ങൾ തന്നെ ഡെയിലി ചെയ്യുന്നു എന്ന് മടുപ്പ് ഒരുപാട് കാൻഡിഡേറ്റ്സിന് തോന്നില്ല. കാരണം ഡെയിലി പുതിയ ചലഞ്ചസ് ആണ്. ഓരോ കേസും ഓരോ ന്യൂ എക്സ്പെരിമെൻസസ് ആയിരിക്കും, ഓരോ ന്യൂ ലേണിങ്സ് ആയിരിക്കും. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ എവർ. സച്ച് എ പോസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നാണ് CBI ഇൻസ്പെക്ടർ. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂട്ടീസ് മാത്രമല്ല, ലീഗൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ വർക്ക്സ് വരും. അതായത് FIRs പ്രിപ്പയർ ചെയ്യുക, ചാർജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതെല്ലാം എപ്പോഴും എവിഡൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ FIRസും ചാർജ് ഷീറ്റും റിപ്പോർട്ടും. ആൻഡ് ഏത് സമയത്തും കോർട്ട് റെഡി ഓർ പ്രസൻറ്റബിൾ എന്ന രീതിയിലായിരിക്കും CBI ഇൻസ്പെക്ടേഴ്സ് ഇതിൻ്റെ വർക്കിൽ ഇരിക്കുന്നുണ്ടാകുക. FIRസിൻ്റെയും റിപ്പോർട്ട്സിൻ്റെയും ചാർജ് ഷീറ്റിൻ്റെയും എല്ലാം പിറകിൽ. ആൻഡ് എവിഡൻസ് കളക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ക്രൈം നടന്നൊരു സ്ഥലത്ത് എവിഡൻസ് കളക്ട് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് ആരും കാണാത്ത എവിഡൻസുകൾ പോലും ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത്. വിച്ച് മീൻസ് ആ ഒരു ലെവലിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ദാറ്റ് സം എവിഡൻസസ് ആർ റിയലി ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം. സോ ആ ഒരു കോർ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ CBI ഇൻസ്പെക്ടേഴ്സിന് വരുന്നുണ്ട്. ആൻഡ് സീനിയർ ഓഫീസേഴ്സിനെ കോർട്ട് പ്രൊസീഡിങ്സ്, അതായത് SPs, DSPs ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ എല്ലാം കോർട്ട് പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് CBI ഇൻസ്പെക്ടേഴ്സ് അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് ത്രൂ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. CBI ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് ഡയറക്റ്റ്ലി CBI ഇൻസ്പെക്ടർക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യാവുന്നതുമാണ്. ആൻഡ് കോർഡിനേഷൻ വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വർക്ക്സ് വിത്ത് പോലീസ്, ഇവർ കൂടുതലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കൂട്ടരാണ് CBI ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സെൻട്രൽ ഏജൻസീസും കോടതിയും അതുപോലെ തന്നെ പോലീസും ഒക്കെ ആയിട്ടായിരിക്കും ഇവർ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടാകുക. കൂടുതലും അസിസ്റ്റ് ചെയ്യുന്നത് ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ആൻഡ് ഇന്റർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഇപ്പം CBI തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചിലപ്പം നല്ല രീതിക്ക് അസിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു മർഡർ ഇഷ്യൂ നടന്നെങ്കിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം കേസസ് ഒക്കെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് ചില സീരിയസ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലുള്ള എവിഡൻസസ് ആ ഒരു
സ്പെസിമെനിൽ നിന്ന് വേണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും വിത്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട്. അതാണ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ആൻഡ് ഇൻ്റർ സ്റ്റേറ്റുമായിട്ട് നടക്കുന്നത്. ചില മർഡേഴ്സ് ലൈക്ക് നമ്മളിങ്ങനെ ചെയിൻ പോലെ നടക്കുന്നുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരുപാട് മൂവീസ് ഉണ്ട്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ത്രില്ലർ മൂവിയാണ് ലൈക്ക് കളംകാവൽ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ആ ക്രൈം കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആൾ തമിഴ്നാട് ആൻഡ് കേരള, ഈ 2 സ്റ്റേറ്റിലായിട്ട് ക്രൈം നടന്നിട്ടുണ്ട്. സോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദ തമിഴ്നാട് ഒഫീഷ്യൽസ് ദെയർ അല്ലേ. അപ്പം കേരള ആൻഡ് തമിഴ്നാട് നമ്മളെ ഇന്ത്യ കൊളാബറേറ്റ് ചെയ്ത് അവിടുത്തെ 2 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായത്തോടു കൂടി അങ്ങനെ ഒരു കൊളാബറേഷനിൽ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇപ്പം ഈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ആൻഡ് ഇൻ്റർ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. സോ അത്രയും കോംപ്ലെക്സ് ആൻഡ് ചലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരിടത്ത് ഒതുങ്ങിക്കൂടി ഇരുന്ന് ചെയ്യുന്ന വർക്കല്ല CBI ഇൻസ്പെക്ടർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഒരുപാട് എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷന് പല സ്ഥലത്ത് പോകേണ്ടി വരും. ഈ പറഞ്ഞ പോലെ പല കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളും ഉണ്ടായിരിക്കും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ചലഞ്ചിങ് അറ്റ് ദ സെയിം ടൈം. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, സസ്പെക്റ്റുകളെ ഇൻറ്ററോഗേറ്റ് ചെയ്യാനായിട്ടുള്ള പവർ. അതായത് ആരാണ് കുറ്റകൃത്യം ചെയ്തത്, അല്ലെ ഒരു മർഡർ കേസ് ആണെങ്കിൽ ആരാണ് അത് ചെയ്തത്, ഒരു മണി ലോണ്ടറിങ് ആണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സസ്പെക്റ്റ് ആരാണ്, അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ അലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എവിഡൻസസ്. ഈ എവിഡൻസസ് കണ്ടുപിടിക്കുന്നത് ആരാണ്? CBI ഇൻസ്പെക്ടർ തന്നെയാണ്. അപ്പോൾ ഈ എവിഡൻസസിൻ്റെ സഹായത്തോടു കൂടി ഇവരാണ് സസ്പെക്റ്റ് എന്ന് ഇൻറ്ററോഗേറ്റ് ചെയ്യാൻ ഉള്ളൊരു പവറുള്ള ഏക അതോറിറ്റി എന്ന് പറയുന്നത് CBI ഇൻസ്പെക്ടറാണ്. ആൻഡ് മോസ്റ്റ് വാലിഡ് ആയിരിക്കും ആ ഒരു ഒഫീഷ്യൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കണ്ടക്ട് റെയ്ഡ്സ് ആൻഡ് സെർച്ചസ് വിത്ത് പ്രോപ്പർ അപ്രൂവൽ ഫ്രം ദ സെൻട്രൽ ഓർഗനൈസേഷൻസ്. ഏത് സമയത്തും ഏത് ഓർഗനൈസേഷനിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ റെയ്ഡുകൾ കണ്ടക്ട് ചെയ്യാനുള്ള അതോറിറ്റി CBI ഇൻസ്പെക്ടേഴ്സിനുണ്ട്. അത് നമ്മൾ മിക്ക മൂവീസിലും കാണാറുണ്ടല്ലേ. ലൈക്ക് വലിയൊരു ജ്വല്ലറിയിലേക്ക് എന്തെങ്കിലും അവിടെ ഇപ്പം കുറേ അനധികൃതമായിട്ട് കുറേ റിപ്പോർട്ടിൽ ഇല്ലാത്ത പ്രകാരമായിട്ടുള്ള എന്തെങ്കിലും കുറേ ഗോൾഡ് ബിസ്ക്കറ്റ്സോ എന്തെങ്കിലും ഉണ്ട്, ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ട് അവിടെ റെയ്ഡ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പവർ ആർക്കാണുള്ളത്? CBI ഇൻസ്പെക്ടർക്കാണുള്ളത്. ആൻഡ് എൻഷ്യൂർ ഫെയർ ആൻഡ് അൺബയസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ. നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗം അതായത് ഇതൊരു സെൻട്രൽ ലെവൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും ബയാസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങളായിരിക്കില്ല ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എടുക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്പെക്ടർ എടുക്കുന്നുണ്ടാകുക. ഇതൊരു സെൻട്രൽ ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ അതിൻ്റെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും എപ്പോഴും ഫെയർ ആൻഡ് ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കുക. ആരെയും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല, ഡിസിഷൻസ് ആയിരിക്കത്തില്ല വരുന്നത്, സിൻസ് ഇറ്റ് ഇസ് എ സെൻട്രൽ ഗവൺമെൻറ് സംഭവം ആയതുകൊണ്ട് തന്നെ. വിച്ച് മീൻസ് ബാക്കി എല്ലായിടത്തും സ്റ്റേറ്റിലൊക്കെ ഒരുപാട് ബയസ്ഡ് ആയിട്ട് നടക്കുന്നു എന്നല്ല പറഞ്ഞത്. എല്ലാവരും ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിന്നിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. സോ ഇത്രയാണ് ദ ഹോൾ ജോബ് പ്രൊഫൈൽ ഓഫ് CBI ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ആൻഡ് ഇനി നമ്മുടെ പ്രൊമോഷൻ എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ SSC CGL എക്സാമിനേഷൻ എഴുതി നേരെ ഒരു CBI ഇൻസ്പെക്ടറായിട്ടാണല്ലോ കയറുന്നത്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് എവിടം വരെ പോകാനായിട്ട് സാധിക്കും? CBI ഇൻസ്പെക്ടറാണ് ഫസ്റ്റ് ലെവൽ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ് ആകാം, അല്ലെങ്കിൽ DSP. അത് കഴിഞ്ഞ് അഡീഷണൽ സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ് ASP. അത് കഴിഞ്ഞ് സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ് SP. അതും കഴിഞ്ഞ് സീനിയർ SP അല്ലെങ്കിൽ DIG അല്ലെങ്കിൽ IG വരെ ആകാനുള്ള ചാൻസ് ആണ് CBI ഇൻസ്പെക്ടറായിട്ട് നിങ്ങളൊരു SSC CGL എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കയറി കഴിഞ്ഞാലുള്ള നിങ്ങളുടെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത്രയെന്ന് പറയുന്നത്. പക്ഷേ ഓർക്കണം, ഇതെല്ലാം ബേസ്ഡ് ഓൺ സർവീസ് ആൻഡ് പെർഫോമൻസ് ആണ്. പ്രൊമോഷൻ ബേസിസ് നോക്കുന്നത് സീനിയോറിറ്റിയുടെ ബേസിസിലായിരിക്കും. എന്തായാലും ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ബേസ് അവിടെ കാണും. അതുപോരാതെ തന്നെ നിങ്ങൾ പ്രൊമോഷണൽ എക്സാമിനേഷൻ കൂടെ എഴുതുമ്പോഴത്തേക്കായിരിക്കും ഈ പറയുന്ന ഓരോ ഹയർ ലെവലിലേക്ക് നിങ്ങൾക്ക് ചാടി പോകാൻ പറ്റുക. ആൻഡ് പെർഫോമൻസ് റെക്കോർഡും ഉണ്ടായിരിക്കും. പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. പ്രൊമോഷണൽ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസ് എത്രത്തോളം ഫാസ്റ്റായിട്ട് ക്ലിയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഫാസ്റ്ററും ആയിരിക്കും. ആൻഡ് എക്സലൻറ്റ് പ്രൊമോഷൻ സ്കോപ്പാണ് കമ്പയർ ടു ബാക്കിയുള്ള SSC പോസ്റ്റുകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു CGL പോസ്റ്റിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണുള്ളത്. ഇനി പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ അതും വളരെ അടിപൊളിയായിട്ടുള്ള പേ സ്കെയിലാണ്. ഏകദേശം 45,000 തുടങ്ങി ഒരു 1,43,000 നിങ്ങൾക്ക് സാലറി കിട്ടും. ഇൻക്ലൂഡിങ് ഓൾ അലവൻസസ് ആണ് ഈ സാലറി ഞാൻ പറഞ്ഞത്. ഇൻ ഹാൻഡ് ഒരു
65,000 85,000 ഇടയ്ക്കായിരിക്കും. എല്ലാ സെൻട്രൽ ഗവൺമെൻറ് അലവൻസസും ഉണ്ട്. മെഡിക്കൽ അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ്, ഡിയറൻസ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, TA&DA ഫോർ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ട്രാവൽ അലവൻസ്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അഡീഷണൽ ബെനിഫിറ്റ്സ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ജോബ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, പവർ, അതോറിറ്റി, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് CBI ഇൻസ്പെക്ടർക്ക് വരുന്നുണ്ടാവുക. സോ ഇതൊരു ഹൈലി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആണ്. നാഷണൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കേസുകളിലും ഇൻവെസ്റ്റിഗേഷൻസിലും ഒക്കെ ഒരു CBI ഇൻസ്പെക്ടർക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാലറി വൈസ് ആണെങ്കിലും പ്രൊമോഷൻ വൈസ് ആണെങ്കിലും കാര്യങ്ങൾ പക്കാ സെക്യൂർഡ് ആണ്, സ്റ്റേബിൾ ആണ്. ആൻഡ് all other things are there, like your power, reputation in society, and you have the chance of great responsibilities. And CGL examination through ആണ് ഈ CBI ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ആൻഡ് ഈ വർഷത്തെ SSC 2026 കലണ്ടർ പ്രകാരം ഫസ്റ്റ്ലി നടക്കാൻ പോകുന്ന എക്സാം തന്നെ CGL എക്സാമിനേഷൻ ആണ്. ആൻഡ് ഹാർഡ്ലി നിങ്ങൾക്കൊരു 4-5 months ഓഫ് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. വളരെ നന്നായിട്ട് ഫസ്റ്റ് പ്രിലിംസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ആട്ടോ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. സോ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം CGL എക്സാം 100% ഈ വർഷം ഉള്ളൊരു സംഭവം തന്നെയാണ് ആസ് പെർ ദ കലണ്ടർ. സോ എഫക്റ്റീവായിട്ട് പഠിക്കുക, സിലബസ് കവറപ്പ് ചെയ്യുക, സിലബസിലെ എല്ലാ ടോപ്പിക്സും നല്ല രീതിക്ക് ഓരോ സിലബസിൽ ഓരോ ടോപ്പിക് എടുത്ത് ബേസിക് ലെവൽ, മോഡറേറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ എല്ലാം പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റ് നല്ലോണം ചെയ്ത് അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതുക. ആൻഡ് നമ്മുടെ എൻട്രിയിൽ CGL ബാച്ചസ് എല്ലാം ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന 8714-764-666 എന്ന് പറയുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ സ്ക്രോളിലൂടെയും നമ്പർ പോകുന്നുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് നമ്മുടെ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടും എന്താണ് നമ്മൾ ബാക്കി ഉള്ള കോഴ്സസിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു CGL ബാച്ചിൽ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുവഴി നിങ്ങൾക്ക് സെലക്ഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.